അധികാര ഗർവിന് നേരെ വിരൽ ചൂണ്ടി ജൻസികൾ ഒന്നാക്കി തീർത്ത പ്രക്ഷോഭത്തിൽ കെ.പി. ശർമ്മ ഒലി സർക്കാർ നിലം പരിശാകുമ്പോൾ ഇനി നേപ്പാളിന്റെ നായകൻ ആര് എന്ന ചോദ്യമായിരുന്നു മുന്നിൽ. ആ നായക സ്ഥാനത്തേക്ക് കത്തുന്ന പോരാട്ട ചൂടിൽ വീറോടെ പുതുതലമുറയെ പ്രചോദിപ്പിച്ച ഒരാൾ എത്തുകയാണ്. അതെ, ജൻസികളുടെ പ്രിയപ്പെട്ട മാറ്റത്തിനു വേണ്ടി ശബ്ദമുയർത്തിയവരുടെ നേതാവ് ബലേന്ദ്ര ഷാ. റാപ്പറിൽ നിന്ന് ഒടുവിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് നാട് പടച്ചുവിട്ട നായകൻ. നേപ്പാളിലെ യുവജനങ്ങൾക്കിടയിലെ ജനപ്രിയ മുഖമാണ് ബലേന്ദ്ര ഷാ. ഹിപ് ഹോപ്പ് സമൂഹത്തിൽ തരംഗങ്ങൾ തീർത്ത് താരമായി മാറി ഒടുവിൽ റാപ്പറിൽ നിന്ന് രാഷ്ട്രീയത്തിലും വെന്നിക്കൊടി പാറിച്ച താരോദയം. 2022 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ മേയർ സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചായിരുന്നു തുടക്കം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ അട്ടിമറിച്ചുകൊണ്ട് നേടിയത് വൻ ഭൂരിപക്ഷമാണ്. കാഠ്മണ്ഡുവിൽ ജനിച്ച ബലേന്ദ്ര എഞ്ചിനീയറിംഗ് ബിരുദ പഠനത്തിന് ശേഷം ഇന്ത്യയിലാണ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത്. സംഗീതമായിരുന്നു തട്ടകം. രാജ്യത്തിന്റെയും ഭാഷയുടെയും അതിർത്തികൾക്കപ്പുറത്തേക്കും ബലേന്ദ്രയുടെ സംഗീതവും വളർന്നു. നിലപാടുകൾ വരികളായി വാക്കുകളായി ഒഴുകി. അതോടെ ബലേന്ദ്രയുടെ പിന്നാലെ ഒഴുകിയെത്തി മാറ്റത്തിനായി മറ്റൊന്നും നോക്കാതെ മുന്നോട്ട് കുതിച്ച ഒരു തലമുറ. അവർ ഒടുവിൽ ഇതാണ് ഞങ്ങളുടെ നേതാവെന്ന് ഏറ്റുപാടി. ബലേന്ദ്ര ഷായും രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയും അങ്ങനെ വോട്ടുകൾ വാരിക്കൂട്ടി നേപ്പാളിൽ മാറ്റത്തിന്റെ കാഹളമായി. ജാബ 5 മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ മിന്നും പ്രകടനവുമായി വിസ്മയം തീർത്തു ഈ 35-കാരൻ. ഒലിയുടെ രാജിക്ക് ശേഷം ജൻസി പ്രക്ഷോഭകർ നേതൃത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആദ്യം വന്ന പേരും ഏറ്റവും അധികം പിന്തുണ നേടിയ പേരും ബലേന്ദ്രയുടേതാണ്. അങ്ങനെ മാറ്റത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ ചിറകിലേറി ബലേന്ദ്ര അധികാരത്തിലേറുമ്പോൾ നേപ്പാൾ കാത്തിരിക്കുന്നത് ഒരു ഇന്ദ്രജാലത്തിനാണ്. പട്ടിണിയും അഴിമതിയും തൊഴിലില്ലായ്മയും എല്ലാം തൂത്തു തകർത്ത് നേപ്പാളിന്റെ തലവര തെളിയുന്ന ഇന്ദ്രജാലം. അത് സാധ്യമാകുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സംഗീതത്തിൽ മാന്ത്രികത വിരിയിച്ച ബലേന്ദ്രയ്ക്ക് ഇനിയുള്ള ഊഴം താളം പിഴയ്ക്കാതെ ഒരു ജനതയുടെ ശബ്ദമാകുക എന്നതാണ്.